നമ്മുടെ പ്രിയപ്പെട്ട തൃശ്ശൂരുകാരുടെ ഒരേ ഒരു പൊന്ന് തമ്പുരാൻ, ഈ പൊന്ന് തമ്പുരാൻ ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. ഈ ചടങ്ങിൽ പങ്കെടുക്കുകയും കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ചില പ്രജകളെ ഒന്ന് കണ്ടേക്കാം എന്ന് വിചാരിച്ചായിരിക്കാം അദ്ദേഹം ആ ഒരു ഫംഗ്ഷനിലേക്ക്, ആ ഒരു പരിപാടിയിലേക്ക് പോയത്. അപ്പൊ എന്താണെങ്കിലും ഞാൻ നിങ്ങളോട് ആദ്യമേ തന്നെ ഒരു കാര്യം ചോദിക്കുകയാണ്. വേറൊന്നുമല്ല, നിങ്ങൾ ഇതിന് ഉത്തരം തരണം കമന്റ് ബോക്സിൽ. നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ തൃശ്ശൂരുകാർക്ക് പറ്റിയ ഒരബദ്ധമാണ് ഈ ഒരു പൊന്നു തമ്പുരാൻ എന്നുള്ളത്? ഞാൻ ഏത് പൊന്നു തമ്പുരാനെ പറ്റിയാ സംസാരിക്കുന്നത് നിങ്ങൾക്ക് അറിയാലോ, ഞാൻ പ്രത്യേകിച്ച് പേരൊന്നും ഇവിടെ എടുത്ത് പറയണ്ട. പക്ഷെ വഴിയ പേര് പറഞ്ഞേ പറ്റത്തുള്ളൂടെ. അപ്പൊ എന്തായാലും നമുക്ക് ചടങ്ങിലേക്ക് പോകാം. പൊന്നു തമ്പുരാൻ വന്ന ചടങ്ങ്. അപ്പോൾ ഒരു ചടങ്ങിൽ ഇദ്ദേഹം വരുന്നു. അവിടെ കുറച്ച് ഓൺലൈൻ മീഡിയ ചാനൽസ് ഒക്കെ ഉണ്ടായിരുന്നു. അവർ ഇദ്ദേഹത്തിന്റെ കുറച്ച് വീഡിയോകളൊക്കെ എടുക്കുന്നു. അപ്പൊ അങ്ങനെ ഒരു ഓൺലൈൻ മീഡിയ ചാനലിൽ വന്ന ഒരു വീഡിയോ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ആ ഒരു വീഡിയോയുടെ ടൈറ്റിൽ ഇതാ ഇങ്ങനെയാണ്: സുരേഷ് ഗോപിക്ക് നിവേദനം കൊടുക്കാൻ എത്തിയ യുവതിയുടെ കൈ കുടുങ്ങി കാറിന്റെ ഡോറിൽ. കണ്ടല്ലോ ഒരു കൈയൊക്കെ പാവം ആ ചേച്ചിയുടെ അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ കുടുങ്ങിയിരിക്കുന്നത്. അപ്പം ഇങ്ങനെ ഒരു ടൈറ്റിലൊക്കെ ഞാൻ കണ്ടപ്പോഴത്തേക്ക് എന്നാൽ പിന്നെ എന്താണ് സംഗതി, വീഡിയോ ഒന്നും നമുക്ക് കണ്ടല്ലേ പറ്റൂ, റിയാക്ട് ചെയ്യണ്ടേ. പ്രത്യേകിച്ച് നമ്മുടെ പൊന്നു തമ്പുരാനെ പറ്റിയിട്ടുള്ളത് പേടിച്ചും വിറച്ചും ഒക്കെ വേണം നമുക്ക് എന്തെങ്കിലും സംസാരിക്കാനായിട്ട്. അയ്യോ, ഇല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെയൊക്കെ കർത്താവേ കൊന്നു കളയും. അപ്പൊ എന്താണെങ്കിലും പൊന്നു തമ്പുരാന്റെ ഈ ഒരു വീഡിയോ നമുക്കൊന്ന് കാണാം, എന്നിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് സംസാരിക്കാം. പിന്നെ വെറുതെ പൊന്നു തമ്പുരാനെ പോയി അങ്ങനെ ചീത്ത വിളിക്കുന്നതിനകത്തൊന്നും എനിക്ക് യോജിപ്പില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെങ്കിലും വിമർശിക്കാനുള്ള കാര്യങ്ങൾ വിമർശിക്കാടേ, അതുപോലെ. അപ്പൊ എന്തായാലും ഈ വീഡിയോ നിങ്ങളൊന്ന് കണ്ടേ, എന്നിട്ട് ഞാൻ ബാക്കി സംസാരിക്കാം. സുരേഷേട്ടാ പ്ലീസ് സുരേഷേട്ടാ, ഒറ്റ മിനിറ്റ്. കാല് പിടിക്കണം, പാവം ജനങ്ങൾ കാല് പിടിക്കണം. പൊന്നു തമ്പുരാന്റെ ആ നിവേദനം ഒന്ന് കയ്യിലോട്ട് മേടിക്കണമെങ്കിൽ താല്പര്യമൊന്നുമില്ല ആദ്യമേ മേടിക്കാൻ. നിങ്ങൾ കണ്ടല്ലോ, വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടെ ജസ്റ്റ് ആ വീഡിയോ, ഓഡിയോ ഇല്ലാതെ ഞാൻ ജസ്റ്റ് ആ വീഡിയോ മാത്രമേ സൈഡിലൊന്ന് പ്ലേ ചെയ്തേക്കാം, ഒന്ന് സൂക്ഷിച്ച് നോക്കുക. അതുപോലെ തന്നെ ആ ചേച്ചി കൂവുന്നുമുണ്ട് കൈ എന്ന്. അപ്പൊ ഇതിനകത്ത് നമ്മൾ തമ്പുരാനെ മാത്രമായിട്ട് നമുക്ക് കുറ്റം പറയാൻ പറ്റത്തില്ല. ചേച്ചിയുടെ ആ ഒരു ആവേശത്തിൽ ചേച്ചിക്ക് എങ്ങനെയെങ്കിലും അവരുടെ എന്തെങ്കിലും പേഴ്സണൽ അത്യാവശ്യം ആയിരിക്കൂടെ, അതുകൊണ്ട് അവർക്ക് ആ നിവേദനം എങ്ങനെയെങ്കിലും അദ്ദേഹത്തെ ഒന്ന് ഏൽപ്പിക്കണം. അതിനാണ് ആ ഡോറിന്റെ ഫ്രണ്ടിൽ കൂടെ ഒന്നും കൊടുക്കാൻ പറ്റിയില്ല, കിട്ടിയ ഗ്യാപ്പിൽ കൂടെ ആ ചേച്ചി കൈ കയറ്റി കൊടുക്കാൻ നോക്കിയത്. ചേച്ചിയുടെ മിസ്റ്റേക്ക് ഉണ്ട്. കാരണം അതുവഴി ഒന്നും കൊടുക്കല്ലേ ചേച്ചിമാരെ. നിങ്ങൾ ഇനി ആരെങ്കിലും ഒക്കെ ഇദ്ദേഹത്തിനെ കാണുമ്പോൾ നിവേദനം കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്നതിലോ ഒരു കാരണവശാലും ഡോറിന്റെ ഇടയിൽ കൂടെ ഒന്നും കയറ്റി കൈ ഇടരുത്. എങ്ങാനും ഒന്ന് അതൊന്നും ജാം ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കേ പറ്റത്തുള്ളൂ, നിങ്ങളുടെ കൈ പോകും. ഒരു തമ്പ്രാന്മാരും നിങ്ങളുടെ പുറകെ വരുമെന്ന് നിങ്ങൾ വിചാരിക്കണ്ട. പിന്നെ ആ നിവേദനം കൈ കൊണ്ട് മേടിച്ചു, ആദ്യമൊക്കെ വേണ്ടാന്ന് പറഞ്ഞിട്ട് മേടിച്ചു, എന്നിട്ട് അപ്പുറം ഇരിക്കുന്നവൻ്റെ കൊടുത്തു, അത്രേ ഉള്ളൂ. ഇനി ആ ചേച്ചി എന്താണോ നിവേദനത്തിൽ എഴുതി കൊടുത്തത് അതൊക്കെ ശരിയായി കിട്ടിയ ഭാഗ്യം. നമുക്കതൊന്നും ഓരോ ഉറപ്പും പറയാൻ പറ്റത്തില്ല. അദ്ദേഹത്തിന്റെ മുഖഭാഗവും അദ്ദേഹത്തിന് താല്പര്യമേ ഇല്ല. ഒന്നാമത് പാവപ്പെട്ട തമ്പുരാന് വയ്യായിരുന്നു. തമ്പുരാൻ കുറേ ദിവസമൊക്കെ ആയിട്ട് പനി എങ്ങാണ്ടൊക്കെ പിടിച്ചിരിക്കുമായിരുന്നു. അതിനുശേഷം ഒന്ന് എഴുന്നള്ളിയതാണ് അങ്ങോട്ടേക്ക്. അപ്പൊ മാധ്യമങ്ങൾ അങ്ങോട്ട് ചെല്ലുക വേണ്ട, ഉത്തരം തരത്തില്ല. പുള്ളി കോടതിയോട് മാത്രമേ പറയൂ. മാധ്യമങ്ങളോടൊന്നും സംസാരിക്കാൻ താല്പര്യമില്ല പൊന്നു തമ്പുരാൻ. അത് ചില രീതിയിൽ നോക്കുകയാണെങ്കിലുണ്ടല്ലോ നല്ലത് തന്നെ. എന്തിനാ ഈ എല്ലാവരോടും പറഞ്ഞു കിടക്കാൻ പോകുന്ന കഥകൾ? പിന്നെ പറഞ്ഞു കിടന്നാൽ തന്നെ മാധ്യമങ്ങളോട് കേട്ടോ, ജനങ്ങളോട് നിങ്ങൾ ഉത്തരം തന്നേ പറ്റൂ. പക്ഷെ മാധ്യമങ്ങളോട് പറയുമ്പോഴത്തേക്ക് ചിലപ്പോൾ വളച്ചൊടിച്ച് പല രീതിയിലായിരിക്കും പുറത്തേക്ക് വിടുന്നത്. പുള്ളിക്ക് അത് അറിയാവുന്നതുകൊണ്ടായിരിക്കും അടുപ്പിക്കാത്തത്. അങ്ങനെയും കൂടെ നോക്കണമല്ലോ. പക്ഷെ എന്നാലും ഒരു സാധാരണക്കാരിയായിട്ടുള്ള ഒരു ചേച്ചി ഒരു നിവേദനം തരുമ്പോൾ നിങ്ങൾ വേണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ മേടിക്കുമ്പോൾ ഒന്ന് ആ ചേച്ചി അവരത്രയും കഷ്ടപ്പെട്ട് ചിലപ്പോൾ ദൂരത്തുനിന്നും വല്ലതും ഒക്കെ വന്നേ ആയിരിക്കും താങ്കളെ കണ്ട് ഈ നിവേദനം ഒന്ന് തരാൻ. ഒന്നൊന്ന് ഓക്കെ ശരി മോളെ ശരിയാക്കാം, ഒരൊറ്റ വാക്ക് അതൊന്ന് പറഞ്ഞൂടെ രായാവേ? അതിനകത്ത് എന്തെങ്കിലും തെറ്റ് വരുമോ? അല്ലെങ്കിൽ അതിനകത്ത് എന്തെങ്കിലും സംഭവിക്കാനുണ്ടോ? താങ്കളുടെ പനി കൂടുവോ അങ്ങനെയൊന്ന് പറഞ്ഞെന്നും പറഞ്ഞ്? എനിക്ക് അറിയാൻ പാടില്ലായിട്ട് ചോദിക്കുക. ഇതിൻ്റെ കമൻറ്റ് ബോക്സ് ഉണ്ട്, ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ച് തരാം നിങ്ങൾക്ക്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വേറൊരു ക്ലിപ്പും കൂടെ കാണിച്ചു തരാവേ. ആദ്യം നമുക്ക് ഇതിൻ്റെ കമൻറ്റ് ബോക്സ് തന്നെ ഒന്ന് നോക്കിയേക്കാം. അപ്പോൾ ഇവനെയൊക്കെ ജയിപ്പിച്ച തൃശ്ശൂരുകാർക്ക് അങ്ങനെ തന്നെ വേണം. തൃശ്ശൂരുകാരുടെ ഒരു അവസ്ഥ അതൊന്നും നോക്കില്ലെന്ന് ആ വാങ്ങൽ കണ്ടാൽ അറിയാം. അതാ ആ നിവേദനം, അത് നോക്കാനൊന്നും നമുക്ക് കണ്ടറിയാം. പിന്നെ തെറിയ കേട്ടോ, അതൊന്നും ഞാൻ വായിക്കുന്നില്ല, കാണാലോ. ജയിപ്പിച്ചു വിട്ടവർ കെഞ്ചേണ്ട അവസ്ഥ, കഷ്ടം. ചാണകത്തിന്റെ കണക്ക് പറയാമെങ്കിൽ മാത്രം കത്തു മേടിക്കും. പിന്നെ മൊത്തം ചിരിയാടെ, ആൾക്കാർക്ക് അത് കണ്ടിട്ട് ചിരിയാ വരുന്നത്. കാരണം ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മൾ ജയിപ്പിച്ചു വിടുന്ന ചേട്ടന്മാര് മേളിൽ പോയിട്ട് ഭരിക്കും. ആരെ ഭരിക്കുന്നു? ജനങ്ങളെ ഭരിക്കുന്നു. എന്ത് ഭരണം? പട്ടിപ്പരണം. മനസ്സിലായില്ലേ? ആ ഒരു അവസ്ഥ കണ്ടല്ലോ നിങ്ങൾ. ഞാൻ ഇങ്ങനെ കമന്റ് ഇങ്ങനെ തട്ടിവിടാതെ എനിക്ക് വായിക്കാനൊന്നും വയ്യ. നല്ല തെറിയൊക്കെ ഉണ്ട് അണ്ണന്, തെറി കേൾക്കും. ഞാൻ വീണ്ടും ഒരു കാര്യം ചോദിക്കുകയാണ്,
ഈ വീഡിയോ തൃശ്ശൂരുകാർ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ മറുപടി തരണം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് തൃശ്ശൂരുകാർ കൂട്ടുകാരുണ്ടെങ്കിൽ അവർക്കൊന്ന് അയച്ചു കൊടുക്കുക, എന്നിട്ടൊന്ന് കമൻറ്റ് ഇടാൻ പറയുക. വേറൊന്നുമല്ല, ഇനി ഒരു ഇലക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ ടീമിനെയൊക്കെ നിങ്ങൾ ജയിപ്പിച്ച് മണ്ടയ്ക്കോട്ട് വിടുവോ? അല്ല, അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക. എനിക്ക് ഒരു രാഷ്ട്രീയപരമായ ഒന്നുമല്ല ഞാനിവിടെ സംസാരിക്കുന്നത്. ഒരു വ്യക്തി എന്ന നിലയിൽ മാത്രമാണ് ഞാൻ അദ്ദേഹത്തെ ഇപ്പം പേഴ്സണലി ഞാനൊന്ന് നോക്കിക്കാണുന്നത്. കാരണം ഇങ്ങനെ ആകാമോ ഒരു ജനപ്രതിനിധി? ജനങ്ങളെ ഭരിക്കുന്ന രീതിയിലേക്ക് മാറുന്നു. ജനങ്ങളൊന്ന് അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാവൊന്നും കേൾക്കാൻ വയ്യ. പിന്നെ എന്തിനാടോ താൻ ഇവിടുന്ന് ജയിച്ച് അങ്ങോട്ടേക്കും കയറിപ്പോയത്? ജനങ്ങൾ പറയുന്നൊന്നും കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ജനങ്ങളൊരു നിവേദനം തന്നു കഴിഞ്ഞാൽ അത് മേടിക്കാൻ വരാൻ മടി. എന്തിനാ പിന്നെ ഇവിടുന്ന് ജനപ്രതിനിധിയാണെന്നും പറഞ്ഞ് പോയത്? ഇതൊന്നും പറ്റത്തില്ല, ആരും താങ്കളെ ശല്യം ചെയ്യരുതെന്നുള്ളൊരു മൂഡിലായിരുന്നെങ്കിൽ കയറി ഇവിടെ ഇലക്ഷനൊന്നും നിൽക്കരുതായിരുന്നു. എൻ്റെ ഒരു അഭിപ്രായം കേട്ടോ. നിങ്ങൾ ഇനി നിങ്ങളുടെ അഭിപ്രായം പറ. ഇനി ഇദ്ദേഹത്തിന്റെ വേറൊരു വീഡിയോയും കൂടെ അന്നത്തെ സെയിം ദിവസത്തെ, അദ്ദേഹത്തിന് വയ്യ, അത് അദ്ദേഹം മറ്റേ വയ്യാതെ പറയുന്നുണ്ട്. എന്നെ വെറുതെ വിട് മക്കളെ എന്നുള്ളൊരു മൂഡിലൊരു സാധനം പറയുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കി. പനി കഴിഞ്ഞു വരാണ് സാർ. സാറേ യാത്രയാണ്. പാവത്തിന്റെ പനി കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ യാത്രയാണ്. നമ്മൾ അതും കൂടി ഒന്ന് മനസ്സിലാക്കണം. ക്ഷീണം കാണും. ക്ഷീണമൊക്കെ കഴിഞ്ഞ് നല്ല രീതിയിലല്ല ഓക്കെ ആക്കിയിട്ട് ഇറങ്ങിയാൽ പോരെ അണ്ണ പുറത്തേക്ക്. അണ്ണൻ എപ്പോഴും ഓരോ ന്യായങ്ങളാ. മാധ്യമങ്ങൾ വന്നാൽ മാധ്യമങ്ങളോട് മിണ്ടാൻ പറ്റത്തില്ല, കോടതിയിൽ അറിയിക്കാം. ജനങ്ങളൊരു നിവേദനം കൊണ്ട് വന്നു കഴിഞ്ഞാൽ അവിടെ നിൽക്കുന്നവരുടെ കൊടുത്താൽ മതി, താങ്കൾക്ക് തരരുത്. ആ ഒരു മോഡൊക്കെയായി ഇപ്പം. കുറച്ച് നാളുകൾക്ക് മുൻപ് നിങ്ങളൊരു വീഡിയോ കണ്ടിട്ടുണ്ടായിരിക്കും. ഒരു പാവം, എനിക്ക് തോന്നുന്നു ഒരുപാട് ഏജ്ഡ് ആയിട്ടുള്ള ഒരു അമ്മുമ്മ, അങ്ങനെ തന്നെ പറയാം. ആ ഒരു അമ്മുമ്മ ഒരു ജനക്കൂട്ടത്തിന്റെ അടുത്ത് നിന്ന് പുള്ളിക്ക് അവർക്ക് എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ നിൽക്കുന്നവരോട് പറഞ്ഞാൽ മതി, എന്നോട് പറയണ്ട, അവര് പറഞ്ഞോളും. ആ പ്രായത്തെ ഒന്ന് ബഹുമാനിക്കും. ഒന്ന് കേട്ടെന്നും പറഞ്ഞ് താങ്കളുടെ ഒന്നും അഴിഞ്ഞു പോകാനില്ല, മനസ്സിലായില്ലേ? പിന്നെ താങ്കളായിട്ട് തന്നെ താങ്കൾക്ക് ഇനി ജനങ്ങളുടെ ഇടയ്ക്കൊന്ന് ശത്രുക്കളെ ഉണ്ടാക്കിയാലേ ഉള്ളൂ. അല്ലാതെ എനിക്ക് തോന്നുന്നില്ല നിങ്ങളെ മറ്റേ കൊല്ലാനും മാത്രമുള്ള ആരും ഇവിടെ ഉണ്ടെന്ന്. ആ ഒരു മൂഡിലൊന്നും ആരും ഇല്ല. പക്ഷെ നിങ്ങൾ തന്നെ ജനങ്ങളെ വെറുപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നാളെ കല്ലേറ് വരെ കിട്ടിയേക്കാം. അങ്ങനെയാണ് നിങ്ങളുടെ പ്രവൃത്തി. ഒരു നിമിഷമെങ്കിലും ഇദ്ദേഹത്തിന് കൂടെ ഉള്ളവരെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ നല്ലതായിരിക്കും. ഈ ഒരു വീഡിയോയുടെ കമന്റ് ബോക്സിലും അണ്ണന് നല്ല രീതിയിലുള്ള ഊക്കാണ്. ഇദ്ദേഹം എവിടെ ഏതൊരു വീഡിയോ ഇദ്ദേഹത്തിന്റെ കണ്ടാലും നാട്ടുകാർ നല്ല ഒന്നും പറയുന്നത് ഞാൻ കാണുന്നില്ല. ഈ 100 കോടി ജനങ്ങൾ താമസിക്കുന്ന, അല്ലെങ്കിൽ കുറച്ച് ലക്ഷങ്ങളെങ്കിലും ഇങ്ങനെ നിങ്ങളെ പറയുന്നുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാണുമല്ലോ, ഇല്ലേ? ഒന്നുമില്ലാതെ ജനങ്ങൾ ഇത്രയും പേരും പറയുമോ നിങ്ങളുടെ ഒരു പ്രവൃത്തി അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്നതിനോട് വിയോജിപ്പ് എന്ന് പറയുന്നതിനകത്ത് എന്തെങ്കിലുമൊക്കെ ഒന്ന് കാണും. അതൊന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം എന്നൊരു അഭ്യർത്ഥന മാത്രമേ എനിക്കുള്ളൂ. ഇനി ഇതിന്റെ കമന്റ് ബോക്സ് വേണ്ട, എന്തിനാണ് ഇതിന്റെയൊക്കെ കമന്റ് ബോക്സ്? നിങ്ങൾക്ക് ഊഹിക്കാലോ. ഞാൻ ഇനിയും കാണിക്കുന്നില്ല. വേണമെങ്കിൽ ഇത് ഇവിടെ ചെറുതായിട്ട് ഇങ്ങനെ സൈഡിലൊന്ന് സ്ക്രോൾ ചെയ്ത് വിട്ടേക്കാം. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ വായിക്കാം. എനിക്ക് താല്പര്യമില്ല. എൻ്റെ പനിയെ വരെ എടുത്തു വെച്ച് ഊക്കുകയാണ് നാട്ടുകാർ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങുക. ജനങ്ങളുടെ ഇടയ്ക്കിലേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് 2 പേരോടെങ്കിലും മാന്യമായിട്ടൊന്ന് സംസാരിക്കാനൊന്ന് നിങ്ങളുടെ മനസ്സ് കാണിച്ചാൽ നിങ്ങൾക്ക് തന്നെ നാളെ അത് ഗുണകരമായിട്ട് വരും. അല്ലാതെ ഇനി അടുത്ത ഇലക്ഷൻ വരുമ്പോൾ മാത്രം ഇവിടെ എന്തെങ്കിലുമൊക്കെ തോൽച്ചു തരാമെന്നും പറഞ്ഞ് ഇറങ്ങി എന്തെങ്കിലുമൊക്കെ ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ജനങ്ങൾ മണ്ടന്മാരല്ല. ഇനി അവർക്കത് മനസ്സിലാവും. ഓടിക്കോളാൻ പറയും എന്തെങ്കിലും ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെ. ഇത് എൻ്റെ ഒരു അഭിപ്രായം അല്ലേ? സത്യമല്ലേ ഞാൻ പറഞ്ഞത്? നിങ്ങൾ പറ, താഴെ കമന്റ് ബോക്സിൽ പറ നിങ്ങളുടെ അഭിപ്രായം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക.